ജോർജ് ജോസഫ് നമ്മളോടൊപ്പം ചേരുകയാണ്. ശ്രീ ജോർജ് ജോസഫ്, അങ്ങനെ സസ്പെൻഷനിൽ വീട്ടിലിരിക്കുമ്പോഴും നടപടി നേരിടുമ്പോഴും ഇപ്പോഴും ഇടിയൻ പോലീസിന്റെ വെള്ളിത്തിരയിലെ അഭിനയ മികവുകളിൽ അഭിരമിക്കുന്ന പോലീസുകാരാണ് നമുക്ക് സേനയിലുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഈ നടപടികളൊന്നും തൊലിപ്പുറത്ത് തട്ടുന്നില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന വാർത്തകളോ ഈ ഉണ്ടാകുന്ന വിവാദങ്ങളോ ഒന്നും മാറാനുള്ള കാരണമാകുന്നില്ല എന്ന തുറന്ന പ്രഖ്യാപനം ഉണ്ടാവുകയാണ്. തീർച്ചയായിട്ടും അത് സോഷ്യൽ മീഡിയയിൽ ഇട്ടാലും എവിടെ ഇട്ടാലും ആ പോലീസ് ഉദ്യോഗസ്ഥന് അൺഫിറ്റഡ് ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ന് പറയേണ്ടി വരും. കാരണം അതൊന്നും ന്യായീകരിക്കാൻ കഴിയില്ല. പോലീസിന് അതിന്റെ വ്യവസ്ഥകളുണ്ട്, ഇന്ത്യൻ പീനൽ കോഡിലൊക്കെ അതിന് കൃത്യമായ വകുപ്പുകളുണ്ട്. പോലീസ് അതിക്രമം കാണിക്കുകയോ മറ്റൊരാളെ തല്ലുകയോ മറ്റൊരാളെ പോലീസ് കസ്റ്റഡി വെച്ച് കൊല്ലുകയോ ഇരിക്കുകയോ മർദ്ദിക്കുകയൊക്കെ ചെയ്യുന്ന കുറ്റകരം തന്നെയാണ്. അതിന് യാതൊരു സംശയമില്ല. ഇവരില്ലാതെ പല ആൾക്കാരും ആ പോലീസ് റിക്രൂട്ട് ചെയ്ത് വന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. കാരണം അവര് ഒരു ഡിസിപ്ലിൻഡ് ഫോഴ്സിന്റെ ഭാഗമല്ല. രണ്ടാമത് അവരെ പഠിപ്പിച്ചത് ഇല്ലാന്ന് മനസ്സിലാകുന്നത്. ഇവർക്കൊന്നും ശരിയായ ശിക്ഷണം പോലീസിൽ നിന്ന് ലഭിച്ചിട്ടില്ല. അവർക്ക് പോലീസിന്റെ ഇൻവെസ്റ്റിഗേഷൻ എന്താണെന്ന് മനസ്സിലാകുന്നില്ല. നിയമപരമായ ഇവർക്ക് ക്ലാസ് എടുക്കുക ആരാണെന്ന് മനസ്സിലാവില്ല. ഇങ്ങനെയുള്ള എസ് ഐമാരും സബ് ഇൻസ്പെക്ടർമാരും ശരി, ഐപിഎസ്കാരായാലും ശരി, അവരൊക്കെ ഇരിക്കുന്ന പോസ്റ്റിൽ ഇരിക്കാൻ യോഗ്യതയുള്ളവരല്ല എന്ന് കൃത്യമാണ്. അതുകൊണ്ട് അടിയന്തരമായിട്ട് അയാൾ സോഷ്യൽ മീഡിയയിലായാലും ശരി, എവിടെ ഇട്ടാലും ശരി, അയാളുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് മനസ്സിലായല്ലോ. അയാള് അതുകൊണ്ടാണല്ലോ ഇതിനുള്ള പോസ്റ്റ് ഇടുന്നത്. അതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് അയാളെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണം. ഡിസിപ്ലിൻ പ്രൊസീജിയർ തുടങ്ങണം അയാൾക്കെതിരായിട്ട്. പോലീസ് ഫോഴ്സിലുള്ള ഡിസിപ്ലിൻ ഫോഴ്സ് ഉള്ളവര് ഇങ്ങനെ മർദ്ദനത്തെ ന്യായീകരിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലും ക്രിമിനൽ പ്രൊസീജിയർ കോഡിലും ഇന്ത്യൻ തെളിവ് നിയമത്തിലൊക്കെ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ്. ഭരണഘടനാ കോൺസ്റ്റിറ്റ്യൂഷൻ ജോർജ് ജോസഫ്, അങ്ങനെ സ്റ്റേഷനിലെത്തുന്ന ആരോപിക്കപ്പെടുന്ന ആളുകൾ അല്ലെ, പ്രതിസ്ഥാനത്ത് നിൽക്കുന്നു എന്ന് ആരോപിക്കപ്പെടുന്ന ആളുകളെ മൂന്നാം മുറ ഉപയോഗിച്ച് കേസ് തെളിയിക്കാനാണെങ്കിൽ അന്വേഷണ മികവിന് വേണ്ടി പരിശീലനം നടത്തേണ്ട ആവശ്യമില്ലല്ലോ. ലോക്കൽ ഗുണ്ടകളെ ഹയർ ചെയ്തിട്ട് നമുക്ക് തല്ലാനും കൊല്ലാനും പഠിപ്പിച്ചാൽ പോരെ പോലീസുകാരെ? അത് തന്നെ മതി. ഇതിലും ബെറ്റർ ലോക്കൽ ഗുണ്ടകളാണ്. അവരെ നമുക്ക് എല്ലാവർക്കും പേടിയാണ്. ലോക്കൽ ഗുണ്ടകളെ, വലിയ ഗുണ്ടകളെ എല്ലാം ആ ഓരോ ദേശത്തും ഭയമാണ്. നമുക്ക് തിരുവനന്തപുരത്തെ ഫ്ലാറ്റ്, കേരളത്തിൽ മുഴുവൻ ഫ്ലാറ്റ് ഉയർന്നു വരുന്നത് എങ്ങനെയാണ്? അതിനകത്ത് 10, 15, 20 പേരുടെ സ്ഥലമായിരിക്കും ഇത് എടുക്കുന്നത്. 5 സെന്റ് 10 സെന്റൊക്കെ സ്ഥലം എടുക്കുമ്പോൾ അവർ വഴങ്ങത്തില്ല. വളരെ ഈസിയാണ്. പോലീസിൽ പറഞ്ഞാലും രക്ഷയൊന്നുമില്ല. ഒരു ഗുണ്ട, അറിയപ്പെടുന്ന ഗുണ്ട നമ്മുടെ അറിയാമല്ലോ, കേരളത്തിൽ എന്തുമാത്രം ഗുണ്ടയുണ്ടെന്ന്. ഇത്ര പേരും പെരുമയുള്ള ഗുണ്ടകളാണ്. ഉപസ്ഥിതി അറിഞ്ഞ ആ ഗുണ്ടകൾ ആരെങ്കിലും ആ സ്ഥലത്ത് വന്നൊന്നും നോക്കിയാൽ മതി, എല്ലാവരും കീഴടങ്ങും. അങ്ങനെയാണ് ഫ്ലാറ്റ് കൺസ്ട്രക്ഷൻ നടത്തുന്നത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അയാൾ ആ പ്രദേശത്ത് വന്ന് ആ വീട്ടിലെ എല്ലാവരും നോക്കിക്കഴിഞ്ഞാൽ എന്നിട്ട് അങ്ങ് പോയാൽ മതി. അടുത്ത ദിവസം ഫ്ലാറ്റുകാർ ചെന്നതിന് അത് സെറ്റിൽമെന്റ് ആണ്. ഇതാണ് ഫ്ലാറ്റ് ഉയരുന്നതിന്റെ ചരിത്രം. പല ക്രിട്ടിക്കലായ സ്ഥലങ്ങളില് നമുക്കറിയാം, അവിടെയൊക്കെ ചില സാധുക്കൾ കൈയേറി അത് വർഷങ്ങളായിട്ട് താമസിക്കുന്നവരുണ്ട്. അവരെയൊക്കെ ഞൊടിയിട കൊണ്ട് പോലീസ് വിചാരിച്ചാലോ സിവിൽ കേസ് കൊടുത്താലും അവർ ഇറങ്ങില്ല. പക്ഷെ ഒരു ഗുണ്ട കപ്രാമീശയും വെച്ച് അവിടെ വന്ന് നിന്നാൽ, ഇവിടെ ഒന്ന് നോക്കിയാൽ ആരാണ് അവിടെ താമസിക്കുന്നത് ചോദിച്ചാൽ തീർന്ന പ്രശ്നം. അപ്പൊ ആ രീതിയിലേക്കാണോ കേരള പോലീസ് പോകേണ്ടത്? ആ രീതിയിലാണോ കേരള പോലീസിന്റെ ട്രെയിനിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത്? അങ്ങനെയല്ലല്ലോ. അതൊന്നും അല്ല. നിയമപരമായ പരിരക്ഷ സംഭവത്തിലുള്ള ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയത്. അതിന് വിരോധമായി, അതിനെതിരായി പറയുന്ന ഏത് സോഷ്യൽ മീഡിയയിലായാലും എവിടെ ഇട്ടാലും ശരി, ആ പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ ഇരിക്കാൻ യോഗ്യനല്ല. തീർച്ചയായിട്ടും അടിയന്തരമായി അവിടുത്തെ SP അയാൾക്ക് മെമ്മോ കൊടുത്തിട്ട് അയാളെ പോസ്റ്റിൽ നിന്ന് മാറ്റണം. രണ്ടാമത് അയാളെ വിശദീകരണം തേടണം. തീർച്ചയായിട്ടും ഡിസിപ്ലിനറി ആക്ഷൻ അയാൾക്കെതിരായിട്ട് എടുക്കണമെന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. വളരെ നന്ദി ശ്രീ ജോർജ് ജോസഫ് ഞങ്ങളോട് പ്രതികരിച്ചതിന്.